പരിക്ക് അയാളെ തളർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രതിഭയ്ക്കൊത്ത പ്രകടനം കാഴ്ചവെക്കാനാകുമെന്നതിന് യാതൊരു ഉറപ്പുമില്ല. ലോക ഫുട്ബോളിലെ മിന്നും യുവതാരങ്ങൾ ഞെട്ടിക്കാനൊരുങ്ങുന്ന വിശ്വവേദിയിൽ ഒരുപക്ഷെ അയാൾക്ക് കൂടുതലൊന്നും ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല. അതൊന്നും വിഷയമേ ആയിരുന്നില്ല ആരാധകർക്ക്. ആ പേര് മാത്രം മതിയായിരുന്നു. ലൂയിസ് എൻറിക്കും മാത്യാസ് കുഞ്ഞയും കഴിഞ്ഞ് ആൻസലോട്ടി ആ പേര് പ്രഖ്യാപിക്കുമ്പോൾ അവർ പൊട്ടിത്തെറിച്ചു, കണ്ണീരണിഞ്ഞു. ലോകകപ്പ് സംഘത്തിൽ അവർ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു നെയ്മറിനെ. അയാളെയും കൊണ്ട് മാത്രമേ താൻ അമേരിക്കയിലേക്ക് വണ്ടി കയറുന്നുള്ളൂ എന്ന് കാർലോ ആൻസലോട്ടി തീരുമാനിച്ചുറപ്പിച്ചതുപോലെ. അതെ, നെയ്മറുമായി ആൻസലോട്ടിയുടെ ബ്രസീൽ വരികയാണ്. ചിറകടിച്ചു വരാൻ സെറ്റാണ് കാനറികൾ. പ്രതാപകരത്തെ പകിട്ടൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും എതിരാളികളെ വിറപ്പിക്കാൻ ഉറച്ചാണ് ആൻസലോട്ടിയും സംഘവും എത്തുന്നത്. ക്ലബ് ഫുട്ബോളിൽ തകർത്തു കളിക്കുന്ന ഒത്തിരി താരങ്ങളുണ്ട്. വിനീഷ്യസ് ജൂനിയറും റാഫീനയും ബ്രൂണോ ഗുയിമാറസും കസമിറോയും അടക്കം ഏത് യുദ്ധത്തിനും പോന്ന പടയാളികൾ ഒരുപാടുണ്ട് കാനറികളുടെ നിരയിൽ. നെയ്മർ കൂടി ചേരുമ്പോൾ വിശ്വവേദിയിൽ സ്വപ്ന കിരീടത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല ബ്രസീൽ. കുമ്മായ വരയ്ക്ക് പുറത്തുനിന്ന് കളിയുടെ ഗതി മാറ്റാൻ കെൽപ്പുള്ള ആൻസലോട്ടി ചുമ്മാതങ്ങ് വന്നു പോവാനല്ലെന്ന് കണക്ക് കൂട്ടുന്നു ആരാധകർ. 5 തവണ വിശ്വകിരീടം നേടിയവരാണ്. ലോകകപ്പ് ചരിത്രത്തിൽ ഇന്നുവരെ എല്ലാ ടൂർണമെന്റുകളിലും പന്തു തട്ടിയ ഒരേയൊരു രാജ്യം. പെലെയും ഗരീഞ്ചയും റിവാൾഡോയും റൊണാൾഡോയും റൊണാൾഡിനോയും തുടങ്ങി ഇതിഹാസങ്ങളാൽ ബ്രസീൽ നിറഞ്ഞു പെയ്ത പതിറ്റാണ്ടുകൾ. ആ ഓർമ്മകൾ ത്രസിപ്പിക്കുമ്പോഴും നിലവിലെ ചിത്രത്തിന് അത്ര തെളിച്ചമില്ല. ആ ജനത കനക കിരീടത്തിനുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളേറെയായി. കൃത്യമായി പറഞ്ഞാൽ 24 വർഷം. 2002 അവർ അവസാനമായി വിശ്വകിരീടത്തിൽ മുത്തമിടുന്നത്. 2014 സ്വന്തം നാട്ടിൽ കപ്പിനരികെത്തിയെങ്കിലും സെമിയിൽ ജർമ്മനിക്ക് മുന്നിൽ തകർന്നടിഞ്ഞു. 2018 2022 ക്വാർട്ടറിനപ്പുറം പോകാനായില്ല. ഇക്കുറി കിരീടം നേടുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ആരാധകർ. കാനറികളുടെ സുൽത്താൻ നെയ്മറിനും നിർണായകമാണ് ഈ ലോകകപ്പ്. മഞ്ഞക്കുപ്പായത്തിൽ അരങ്ങു തകർത്തിട്ടും ഇതുവരെ ഒരു ലോക കിരീടമില്ല. അന്താരാഷ്ട്ര കരിയറിൽ ആകെ പറയാനുള്ളത് കോൺഫെഡറേഷൻ കപ്പും ഒളിമ്പിക് സ്വർണ്ണ മെഡലും മാത്രമാണ്. കിരീടത്തോടെ പടിയിറങ്ങാമെന്നായിരിക്കും നെയ്മറും കണക്ക് കൂട്ടുന്നത്. പരിക്ക് വിടാതെ പിടികൂടുന്നുണ്ടെങ്കിലും രാജ്യത്തിനായി പോരാടാനുറച്ച് നെയ്മർ എത്തുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ്. 2021 കോപ്പ അമേരിക്ക ഫൈനലിലെ പ്രകടനം ഇപ്പോഴും ആരാധകരുടെ മനസ്സിലുണ്ട്. മത്സരം തോറ്റെങ്കിലും അവസാന 25 മിനിറ്റ് അർജന്റീനയെ വിറപ്പിക്കാൻ നെയ്മറിന് കഴിഞ്ഞു. മെസ്സിപ്പട ഒന്നടങ്കം അയാളെ തടയാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന കാഴ്ച അമ്പരപ്പോടെയാണ് ലോകം കണ്ടത്. അങ്ങനെ പന്തു തട്ടാനുള്ള കളിയും കരുത്തും ഇപ്പോഴും ചൊർന്നിട്ടില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് മുന്നിൽ കിരീടം തേടി ഇറങ്ങുകയാണ് നെയ്മർ. നെയ്മർ ഉൾപ്പെടെയുള്ള മുന്നേറ്റ നിര തന്നെയാണ് ബ്രസീലിന്റെ കരുത്ത്. നെയ്മർക്ക് പുറമെ വിനീഷ്യസ് ജൂനിയറും റഫീനയും അടക്കമുള്ള സൂപ്പർ താരങ്ങളുണ്ട്. ലെഫ്റ്റ് വിങ്ങിൽ വിനീഷ്യസും റൈറ്റ് വിങ്ങിൽ റഫീനയും ഏറെക്കുറെ ഉറപ്പാണ്. സ്ട്രൈക്കർമാരായി മാത്യാസ് കുഞ്ഞ, ഇഗോർ തിയാഗോ, എൻട്രിക് എന്നിവരുമുണ്ട്. ഗബ്രിയേൽ മാർട്ടിനെല്ലി, ലൂയിസ് എൻറിക്, കൗമാരതാരം റയാൻ എന്നിവരും മുന്നേറ്റ നിരയ്ക്ക് ചുക്കാൻ പിടിക്കും. മധ്യനിരയിലും പേരുകേട്ട താരങ്ങളുണ്ട്. ന്യൂകാസിലിന്റെ ബ്രൂണോ ഗുയിമാറസും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കസമിറോയുമാണ് മധ്യനിരയുടെ നെടുന്തൂൺ. ഡാനിലോ സാന്റോസ്, ഫാബിന്യോ, ലൂക്കാസ് പക്വേറ്റ് എന്നിവരും മിഡ്ഫീൽഡർമാരെ ടീമിലുണ്ട്. കളി മെനയാനും മുന്നേറ്റങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാനും കെൽപ്പുള്ളവർ. ആൻസലോട്ടി മധ്യനിരയിൽ ഇവരെ എങ്ങനെ നിർത്തുമെന്ന് കണ്ടുതന്നെ അറിയണം. ഗബ്രിയേൽ മഗാലിസും മാർക്കിന്യൂസും അടങ്ങിയ പ്രതിരോധം ശക്തമാണ്. അലക്സാൻഡ്രോയും ഡാനിലോയും വിങ്ങുകളിൽ പന്ത് തൊട്ടും. ബ്രമർ, ഡഗ്ലസ് സാന്റോസ്, ഇബാനസ്, ലിയോ പെരേര, ബെസ്രി എന്നിങ്ങനെ പ്രതിരോധ കോട്ടയിൽ മാറി മാറി പരീക്ഷിക്കാൻ ഓപ്ഷനുകൾ ഒരുപാടുണ്ട് ബ്രസീലിന്. ആലിസൺ, എഡേഴ്സൺ, വെവർട്ടൺ എന്നിവരാണ് ടീമിലെ ഗോൾ കീപ്പർമാർ. ലോകകപ്പിൽ ഗ്രൂപ്പ് സിയിലാണ് ബ്രസീൽ. മൊറോക്കോ, ഹെയ്തി, സ്കോട്ട്ലൻഡ് ടീമുകളാണ് മറ്റംഗങ്ങൾ. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ നോക്കൌട്ട് റൗണ്ടിലേക്ക് കടക്കാനായിരിക്കും ആൻസലോട്ടിയുടെ ശ്രമം. കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം.